ഹായ് ഓൾ, ഏവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 3ാമത്തെ യൂണിറ്റിലുള്ള ഫസ്റ്റ് ലെസൺ ആണ്. 3ാമത്തെ യൂണിറ്റിൻ്റെ പേരെന്ന് പറയുന്നത് പേജസ് ഓഫ് വണ്ടർ എന്നുള്ളതാണ്. പേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുസ്തകത്തിൻ്റെ പേജസ് അല്ലേ, താളുകൾ. വണ്ടർ എന്ന് പറഞ്ഞാൽ അത്ഭുതം. അപ്പോൾ എന്താണ്? അത്ഭുതങ്ങളുടെ താളുകൾ അല്ലെങ്കിൽ പേജസ് എന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റിൻ്റെ പേര്. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. നമുക്കതിൽ എന്താണ് കാണാൻ പറ്റുന്നത്? കുറച്ച് കുട്ടികൾ ഒരുമിച്ചിരുന്ന് പുസ്തകം വായിക്കുകയാണ് അല്ലേ. അതിന് ചുറ്റും അവർക്ക് ആ പുസ്തകം വായിക്കുന്നതിലൂടെ കിട്ടുന്ന അത്ഭുതങ്ങളുടെ ഒരു ലോകമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ താഴെയായിട്ട് ഇംഗ്ലീഷ് റൈറ്ററായിട്ടുള്ള നീൽ ഗെയ്മാൻ്റെ ഒരു കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. അത് നോക്കാം. എ ബുക്ക് ഇസ് എ ഡ്രീം ദാറ്റ് യു ഹോൾഡ് ഇൻ യുവർ ഹാൻഡ്. ഡ്രീം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വപ്നം അല്ലേ. എ ബുക്ക് ഈസ് എ ഡ്രീം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു പുസ്തകം എന്ന് പറയുന്നത് ഒരു സ്വപ്നമാണ്. എങ്ങനെയുള്ള സ്വപ്നമാണ്? ദാറ്റ് യു ഹോൾഡ് ഇൻ യുവർ ഹാൻഡ്. അതായത് നിങ്ങൾക്ക് കയ്യിൽ പിടിക്കാൻ കഴിയുന്ന ഒരു സ്വപ്നമാണ് ഒരു ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പുസ്തകത്തിൻ്റെ അല്ലെങ്കിൽ വായനയുടെ അല്ലെങ്കിൽ അറിവിൻ്റെയൊക്കെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് പേജ് നോക്കാം. ഒബ്സർവ് ദ പിക്ചർ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം ശ്രദ്ധിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ നമ്മൾ എന്താണ് കാണുന്നത്? കുട്ടികളുണ്ട് അല്ലേ, 3 കുട്ടികളുണ്ട്. അവരെന്താണ് ചെയ്യുന്നത്? പുസ്തകം വായിക്കുകയാണ്. ഇനി ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നോക്കാം. വാട്ട് ആർ ദ ചിൽഡ്രൻ ഡൂയിങ്? എന്താണ് ആ കുട്ടികൾ ചെയ്യുന്നത്? എന്താണ്? അവർ പുസ്തകം വായിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം? ദ ചിൽഡ്രൻ ആർ റീഡിങ് എ ബുക്ക് എന്ന് നമുക്ക് ആൻസർ ചെയ്യാം. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഡു യു ലൈക്ക് റീഡിങ്? നിങ്ങൾക്ക് വായിക്കാൻ ഇഷ്ടമാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വായന ഇഷ്ടമാണോ? അതെ അല്ലേ, നിങ്ങൾക്ക് പുസ്തകം വായിക്കാൻ ഇഷ്ടമല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം? യെസ്, ഐ ലൈക്ക് റീഡിങ് ബുക്സ് എന്ന് ആൻസർ ചെയ്യാം. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് സ്റ്റോറി ബുക്ക്? ഏതാണ് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്റ്റോറി ബുക്ക് എന്നാണ് ചോദിക്കുന്നത്. ഞാനിവിടെ ഒരു എക്സാമ്പിൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട പുസ്തകം അതിൻ്റെ പേര് ഇവിടെ എഴുതാവുന്നതാണ് കേട്ടോ. ദ ജംഗിൾ ബുക്ക് എന്നുള്ള എക്സാമ്പിളാണ് ഞാനിവിടെ കൊടുക്കുന്നത് കേട്ടോ. ഡ്രോ ആൻഡ് കളർ യുവർ ഫേവറേറ്റ് ക്യാരക്ടർ ഫ്രം ദ സ്റ്റോറി ബുക്ക് ഓർ കാർട്ടൂൺ. സ്റ്റോറി ബുക്കിലെയോ അല്ലെങ്കിൽ കാർട്ടൂണിലെയോ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടറിൻ്റെ ചിത്രം വരച്ച് കളർ ചെയ്യാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ ലെസണിലേക്ക് വരാം. ഡിസ്കവർ ദ ജോയ് ഓഫ് റീഡിങ്. ഇറ്റ് വിൽ ട്രാൻസ്ഫോം യുവർ വേൾഡ്. ഡിസ്കവർ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടെത്തുക അല്ലേ. റീഡിംഗ് എന്ന് പറഞ്ഞാൽ വായനയാണ്. അപ്പോൾ വായനയുടെ ജോയ്, സന്തോഷം, വായനയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷത്തെ കണ്ടെത്താനാണ് പറയുന്നത്. ഇറ്റ് വിൽ ട്രാൻസ്ഫോം യുവർ വേൾഡ്. അതിന് നിങ്ങളുടെ ലോകത്തെ മാറ്റിമറിക്കാനുള്ള കഴിവുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്ന ഒരു ലെസണാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലെസൻ്റെ പേരെന്താണ്? ദ കളർഫുൾ ട്രഷർ. ട്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിധിയാണ്. അപ്പോൾ കളർഫുൾ ആയിട്ടുള്ള ഒരു നിധി അതെന്താണെന്ന് നമുക്ക് ഈ ലെസൺ വായിച്ച് മനസ്സിലാക്കാം. ടിയേഴ്സ് ആൻഡ് ജോയ്. ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണുനീര് അല്ലേ. ജോയ് എന്ന് പറഞ്ഞാൽ സന്തോഷം. അപ്പോൾ രണ്ടും ഓപ്പോസിറ്റ് ആണ് അല്ലേ. സങ്കടം വരുമ്പോഴല്ലേ നമുക്ക് കണ്ണുനീരുണ്ടാവുക? അതെ. അപ്പോൾ ടിയേഴ്സിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ ജോയ്, സന്തോഷം എന്ന് പറയുന്നത്? അതെ. അപ്പോൾ ഇനി നമുക്ക് ലെസണിലേക്ക് വരാം. ഇൻ എ ഫാർ അവേ വില്ലേജ് ചിൽഡ്രൻ നെവർ വെൻറ്റ് ടു സ്കൂൾസ്. ദൂരെയുള്ളൊരു ഗ്രാമത്തിൽ അവിടെയുള്ള കുട്ടികൾ സ്കൂളിലൊന്നും പോകാറുണ്ടായിരുന്നില്ല. അവർക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. ദേ ഓൾവേസ് വാണ്ടേർഡ് ഹിയർ ആൻഡ് ദർ. അവരെപ്പോഴും എന്താണ്? അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് ചെയ്യുക. വാണ്ടർ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് കേട്ടോ. ദേ ലീവ്ഡ് ക്ലോസ് ടു എ ഗാർബേജ് ഡംപ്. ഗാർബേജ് ഡംപ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചപ്പ് ചവറുകളും വേസ്റ്റൊക്കെ ഇങ്ങനെ കുന്നുകൂട്ടി ഇട്ടിരിക്കുന്ന സ്ഥലമാണ്. അപ്പം അവരെവിടെയാണ്? ഒരു ഗാർബേജ് ഡംപിൻ്റെ അടുത്തായിട്ടാണ് ജീവിച്ചിരുന്നത്, താമസിച്ചിരുന്നത്. ബ്രൈറ്റ് കളേഴ്സ് സ്പീക്ഡ് ഔട്ട് ഫ്രം ദ ട്രാഷ്. ട്രാഷ് എന്ന് പറഞ്ഞാൽ മാലിന്യം തന്നെയാണ് കേട്ടോ, വേസ്റ്റ്. ബ്രൈറ്റ് കളേഴ്സ് പീക്ഡ് ഔട്ട്. പീക്ഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞു നോക്കുക, എത്തി നോക്കുക. അപ്പം എന്താണ്? മാലിന്യങ്ങളുടെ ഇടയിൽ നിന്ന് ബ്രൈറ്റ് കളേഴ്സ് ഇങ്ങനെ എത്തി നോക്കുന്നുണ്ടായിരുന്നു. അതേപോലെ ക്രംബിൾഡ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചുരുട്ടി മടക്കിയ പേപ്പേഴ്സ്. പിന്നെ എന്താണ്? ഷൈനി ബോട്ടിൽസ്, നല്ല തിളങ്ങുന്ന ബോട്ടിൽസ്. ആൻഡ് ടാറ്റേർഡ് ക്ലോത്ത്സ് സ്കാറ്റേർഡ് എവ്രിവെയർ. അതേപോലെ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ അങ്ങിങ്ങായിട്ട് ചിതറിക്കിടക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ദ ചിൽഡ്രൻസ് ലാഫ്റ്റർ റാങ് ലൈക്ക് ബെൽസ് അമിഡ്സ്റ്റ് ദ ഗാർബേജ്. കുട്ടികളുടെ ആ പൊട്ടിച്ചിരികൾ ഒരു ബെല്ല് പോലെ ഈ ഗാർബേജിൻ്റെ ഇടയിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അമിഡ്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇടയിൽ. ഓക്കെ,
അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് അവരുടെ എന്താണ് കുട്ടികളുടെ പൊട്ടിച്ചിരികൾ ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു, ഒരു ബെല്ല് പോലെ എന്നാണ് പറയുന്നത്. കുട്ടികളെ നമുക്കിവിടെ പിക്ചറിൽ കാണാൻ പറ്റുന്നില്ലേ. ബട്ട് എ സാഡ്നെസ് ലിങ്കേർഡ് ഇൻ ദെയർ ഹാർട്ട്സ്, പക്ഷേ അവരുടെ ഹൃദയത്തിൽ എന്താണ് ദുഃഖം നിറഞ്ഞു നിന്നിരുന്നു എന്നാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നോക്കാം. ഡു ഓൾ ചിൽഡ്രൻ ഗെറ്റ് എ ചാൻസ് ടു ഗോ ടു സ്കൂൾ? എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ പോകാൻ അവസരം കിട്ടാറുണ്ടോ? വാട്ട് ഡു യു തിങ്ക്? നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ഇത് നിങ്ങളോടുള്ള ചോദ്യമാണ് കേട്ടോ. ബട്ട് എ സാഡ്നെസ് ലിങ്കേർഡ് ഇൻ ദെയർ ഹാർട്ട്സ്, വാട്ട് കുഡ് ബി ദ റീസൺ? അവരുടെ ഹൃദയത്തിൽ സങ്കടം നിറഞ്ഞു നിന്നിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ വാട്ട് കുഡ് ബി ദ റീസൺ, എന്താണ് അതിൻ്റെ കാരണമെന്ന് ചോദിക്കുകയാണ്. എന്തായിരിക്കും? ഒരുപക്ഷെ അവർക്ക് സ്കൂളിൽ പോകാൻ സാധിക്കാത്തതിൻ്റെ വിഷമമാകാം അല്ലേ അവരുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത്. നമുക്ക് നോക്കാം. തേഴ്സ്റ്റ് ടു റീഡ്, ഇതാണ് അടുത്ത സെക്ഷൻ്റെ പേര്. തേഴ്സ്റ്റ് എന്ന് പറഞ്ഞാൽ ദാഹം അല്ലേ. എന്തിനുള്ള ദാഹമാണ്? റീഡ്, വായിക്കാനുള്ള ദാഹമാണ്. അതായത് അറിവ് നേടാനുള്ള, വായിക്കാനുള്ള എന്താണ് ദാഹത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് കേട്ടോ. എവറി മോർണിംഗ് ദ ചിൽഡ്രൻ സോ അതർ ചിൽഡ്രൻ ഗോയിങ് ടു സ്കൂൾ ബൈ ബസ്. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ ആ ഒരു വില്ലേജിലെ കുട്ടികൾ എന്താണ് മറ്റുള്ള കുട്ടികൾ സ്കൂൾ ബസ്സിൽ കയറി സ്കൂളിൽ പോകുന്നത് ഇങ്ങനെ കാണാറുണ്ട്. ദേ വോർ ക്ലീൻ ആൻഡ് അയേൺഡ് യൂണിഫോംസ്. ആ സ്കൂൾ ബസ്സിൽ പോകുന്ന കുട്ടികൾ എന്താണ് വളരെ ക്ലീൻ ആയിട്ടുള്ള, നല്ല വൃത്തിയുള്ള, ഇസ്തിരിയിട്ട, അയേൺ ചെയ്ത യൂണിഫോംസ് ഒക്കെ ധരിച്ചിട്ടാണ് പോകുന്നത്. സം ഓഫ് ദം വർ റീഡിങ് ബുക്സ്. ചില കുട്ടികൾ എന്താണ് ബുക്കുകൾ വായിക്കുന്നുണ്ടാവും. ദേ നെവർ കെയർഡ് ഫോർ ദീസ് പുവർ ചിൽഡ്രൻ. അവരൊരിക്കലും ഈ പാവപ്പെട്ട കുട്ടികളെ ശ്രദ്ധിക്കാറ് പോലും ഉണ്ടായിരുന്നില്ല. ഇവിടെ നമുക്ക് പിക്ചറിൽ കാണാൻ പറ്റുന്നില്ലേ, സ്കൂൾ ബസ്സിൽ പോകുന്ന കുട്ടികൾ. ഇവിടെ ഇതാ വില്ലേജിലുള്ള കുട്ടികളെ നോക്കുന്നുണ്ടോ? ഇല്ല. പക്ഷേ വില്ലേജിലുള്ള ആ പാവപ്പെട്ട കുട്ടികൾ ഈ സ്കൂൾ ബസ്സിൽ നല്ല യൂണിഫോമൊക്കെ ധരിച്ച് പുസ്തകമൊക്കെ വായിച്ച് പോകുന്ന കുട്ടികളെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണല്ലേ. അവർക്കും ആഗ്രഹം ഉണ്ടാവും അല്ലേ, സ്കൂളിൽ പോകണം, പഠിക്കണം എന്നൊക്കെ. അപ്പം അവരെന്താണ് ദയനീയമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ. ദ ചിൽഡ്രൻ ലുക്ക്ഡ് ക്യൂരിയോസ്ലി അറ്റ് ദം. കുട്ടികൾ എന്താണ് അവരെ വളരെ ജിജ്ഞാസയോടുകൂടി നോക്കി നിൽക്കുകയാണ്. ദേ ക്ലച്ച്ഡ് ദ ക്രംബിൾഡ് പീസസ് ഓഫ് പേപ്പർ ദേ ഗോട്ട് ഫ്രം ദ ഗാർബേജ്. അവർക്ക് ഗാർബേജിൽ നിന്ന്, ആ വേസ്റ്റ് കൂമ്പാരത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചുരുട്ടി മടക്കിയ പേപ്പറുകളുടെ കഷ്ണങ്ങൾ അവരുടെ കയ്യിൽ മുറുക്കെ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. ക്ലച്ച്ഡ് മീൻസ് മുറുകെ പിടിച്ചു എന്നുള്ളതാണ് കേട്ടോ. സം ഓഫ് ദം ഇമിറ്റേറ്റഡ് ദ അതർ ചിൽഡ്രൻ റീഡിങ്. അപ്പം ഈ വില്ലേജിലുള്ള പാവം കുട്ടികളുണ്ടല്ലോ, അവർ ഈ സ്കൂൾ ബസ്സിൽ ഇങ്ങനെ ഇരുന്ന് വായിക്കുന്ന കുട്ടികളെപ്പോലെ അവരിൽ ചിലർ എന്ത് ചെയ്യാണ്, ഇമിറ്റേറ്റ് ചെയ്യാണ്. അവരുടെ കയ്യിലുള്ള ഗാർബേജിൽ നിന്ന് കിട്ടിയ ചുരുട്ടി മടക്കിയ ആ പേപ്പറിലേക്ക് നോക്കി ഇങ്ങനെ വായിക്കുന്നത് പോലെ ഇമിറ്റേറ്റ് ചെയ്യാണ്, അനുകരിക്കുകയാണ് കേട്ടോ. ക്വസ്റ്റ്യൻ എന്താണ്? വൈ ഡിഡ് ദ ചിൽഡ്രൻ ഇൻ ദ വില്ലേജ് ലുക്ക് ക്യൂരിയസ്ലി അറ്റ് ദ ചിൽഡ്രൻ ഇൻ ദ സ്കൂൾ ബസ്? എന്തുകൊണ്ടാണ് ആ വില്ലേജിലുള്ള കുട്ടികൾ വളരെ ക്യൂരിയോസിറ്റിയോടുകൂടി, ഇൻട്രസ്റ്റോടുകൂടി സ്കൂൾ ബസ്സിലുള്ള കുട്ടികളെ നോക്കിയത് എന്നാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം? ഒരുപക്ഷെ അവർക്ക് സ്കൂളിൽ പോകാനുള്ള സാഹചര്യമൊന്നുമില്ല. നല്ല ക്ലീൻ ആയിട്ടുള്ള അയൺ ചെയ്ത യൂണിഫോമൊക്കെ ധരിച്ച് പുതിയ പുസ്തകങ്ങളും ബാഗും ഒക്കെ ആയിട്ട് സ്കൂളിൽ പോകാൻ അവർക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? അപ്പോൾ അങ്ങനെ കഴിയാത്തത് കൊണ്ട് അവർ എന്താണ് അങ്ങനെ പോകുന്നവരെ വളരെ ഇൻട്രസ്റ്റോടു കൂടി നോക്കി നിൽക്കുകയാണ്. അവരുടെ എന്താണ് പഠിക്കാനുള്ള ഒരു ആഗ്രഹത്തെയാണ് ഇവിടെ കാണിക്കുന്നത് അല്ലേ. നെക്സ്റ്റ് പേജ് നോക്കാം. ദ ഹിഡൻ ട്രഷർ. ഹിഡൻ എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ മറയ്ക്കപ്പെട്ട, ട്രഷർ എന്ന് പറയാൻ നിധി. അപ്പോൾ ഒളിഞ്ഞു കിടക്കുന്ന നിധി എന്നുള്ളതാണ് ഈ ഒരു സെക്ഷൻ്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. വൺ ഡേ എ വുമൻ കെയിം ദെയർ. ഒരു ദിവസം എന്താണ് ആ ഗ്രാമത്തിലേക്ക് ഒരു സ്ത്രീ വന്നു. ഷീ വോർ എ റെഡ് ദുപ്പട്ട ഓവർ എ വൈറ്റ് കുർത്ത. അവരുടെ വസ്ത്രം എങ്ങനെയായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്? വൈറ്റ് കുർത്ത ധരിച്ചിട്ടുണ്ട്, അതിന് മുകളിലായിട്ട് എന്താണ് ഒരു റെഡ് ദുപ്പട്ട. ദുപ്പട്ട എന്ന് പറഞ്ഞാൽ ഷോളാണ്, നമുക്ക് ഈ പിക്ചറിൽ കാണാൻ പറ്റുന്നില്ലേ, അതേപോലെ. ദ ചിൽഡ്രൻ ഹാഡ് നെവർ സീൻ ഹർ ബിഫോർ. മുമ്പൊരിക്കലും ഈ സ്ത്രീയെ ആ കുട്ടികൾ കണ്ടിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് കുട്ടികൾ ആ ഒരു വിമനെ കാണുന്നത്. അവരാദ്യമായിട്ടാണ് വില്ലേജിലേക്ക് വരുന്നത്. ദേ ലുക്ക്ഡ് അറ്റ് ഹർ ഇൻ വണ്ടർ. കുട്ടികളെല്ലാവരും ആശ്ചര്യത്തോടു കൂടി അവരെങ്ങനെ നോക്കി ആ ഒരു സ്ത്രീയെ. ഷീ സ്മൈൽഡ് അറ്റ് ദ ചിൽഡ്രൻ. അവളെന്താണ് ആ കുട്ടികളെ നോക്കി ചിരിച്ചു. ക്യാൻ ഐ സിറ്റ് ഹിയർ ഫോർ എ വൈൽ? ഞാൻ കുറച്ച് സമയത്തേക്ക് ഇവിടെ ഇരുന്നോട്ടെ എന്ന് ആ സ്ത്രീ കുട്ടികളോട് ചോദിക്കുകയാണ്. ഷീ ആസ്ക്ഡ് ദ ചിൽഡ്രൻ.
സ്ത്രീ കുട്ടികളോട് ചോദിച്ചു. ആൻഡ് സാറ്റ് ഓൺ എ ബ്രോക്കൺ പ്ലാസ്റ്റിക് ക്യാൻ. എന്നിട്ട് ഒരു പൊട്ടിയ പ്ലാസ്റ്റിക് ക്യാനിൻ്റെ മുകളിലായിട്ട് അവരിരുന്നു. ദ ചിൽഡ്രൻ വേർ കൺഫ്യൂസ്ഡ് ആൻഡ് ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ. കുട്ടികളാകെ കൺഫ്യൂസ്ഡായി. അവർ പരസ്പരം ഇങ്ങനെ നോക്കുകയാണ്, ആരാണ് ഈ സ്ത്രീ, എന്തിനാണ് ഇവർ വന്നതെന്നൊക്കെ ആലോചിച്ച് അവരെന്താണ് കൺഫ്യൂസ്ഡായി അങ്ങനെ പരസ്പരം നോക്കുന്നുണ്ട്. ഷീ ഓപ്പൺഡ് ഹെർ ബാഗ് ആൻഡ് ടുക്ക് ഔട്ട് സംതിങ്. എന്താണ് പറയുന്നത്? ആ ഒരു സ്ത്രീ അവരുടെ ബാഗ് തുറന്നു. എന്നിട്ട് എന്താണ്? ആൻഡ് ടുക്ക് ഔട്ട് സംതിങ്. എന്നിട്ട് എന്തോ ഒന്ന് പുറത്തേക്ക് എടുത്തു. എന്തായിരിക്കും അത്? നമുക്ക് നോക്കാം അല്ലേ. ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഹൂ മേ ബി ദ ലേഡി. ആരായിരിക്കും ആ ഒരു ലേഡി? വൈ ഡിഡ് ഷീ കം ദർ. അവരെന്തിനായിരിക്കും അവിടെ വന്നിട്ടുണ്ടാവുക? വാട്ട് മൈറ്റ് ബി ഇൻ ഹെർ ബാഗ്. എന്തായിരിക്കും അവരുടെ ബാഗിലുണ്ടാവുക? ക്യാൻ യു ഗസ്? നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? വി ടു ഹാവ് നെയിംസ്. ഞങ്ങൾക്കും പേരുകളുണ്ട്. എന്താണെന്ന് നോക്കാം. ദ ചിൽഡ്രൻ വെർ ക്യൂരിയസ് ആൻഡ് ഇൻച്ച്ഡ് ക്ലോസർ. അപ്പോൾ എന്താണ്, കുട്ടികളൊക്കെ വളരെ ആകാംക്ഷയോടുകൂടി ഇങ്ങനെ ക്യൂരിയസ് ആയിട്ട് ഇരിക്കുകയാണ്. കുറച്ച് അവരുടെ അടുത്തേക്കായിട്ടിരുന്നു. ഇവരാരാണ്, ഇവരുടെ ബാഗിൽ എന്താണ്, അവരെന്താണ് പുറത്തെടുത്തതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. ദേ വർ ഈഗർ ടു ഡിസ്കവർ ദ ട്രഷേഴ്സ് ഹിഡൻ ഇൻ ഹെർ ബാഗ്. കുട്ടികളെല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുകയാണ് അവരുടെ ബാഗിൽ ഒളിപ്പിച്ചിരിക്കുന്ന ആ ഒരു നിധി എന്താണ് എന്ന് കണ്ടെത്താനായിട്ട്. ഓക്കെ. ദ വിമൻ റിവീൽഡ് എ കളക്ഷൻ ഓഫ് വൈബ്രൻറ്റ് ബുക്സ് ഇൻക്ലൂഡിങ് ഡീപ് ബ്ലൂസ്, ബ്രൈറ്റ് യെലോസ് ആൻഡ് റിച്ച് റെഡ്സ്. അപ്പോൾ ആ ഒരു സ്ത്രീ അവരുടെ ബാഗിൽ നിന്ന് പുറത്തേക്ക് എടുത്തത് എന്താണ്? ഒരുപാട് ബുക്സാണ്. പല കളറിലുള്ള ബുക്സാണ്. എന്തൊക്കെ കളറാണ്? ബ്ലൂ ഉണ്ട് അല്ലേ, നീലയുണ്ട്, ബ്രൈറ്റ് യെല്ലോ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള മഞ്ഞ കളറുണ്ട്, പിന്നെ എന്താണ് റിച്ച് റെഡ്സ് നല്ല ചുവന്ന കളറിലുള്ള ബുക്സുമാണ് അവർ പുറത്തേക്ക് എടുത്തിട്ടുള്ളത്. ഷീ സ്മൈൽഡ് അറ്റ് ദം. അവരെന്താണ് ആ കുട്ടികളെ നോക്കി ചിരിച്ചു. ടെൽ മീ യുവർ സ്വീറ്റ് നെയിംസ്. നിങ്ങളുടെ പേര് എന്നോട് പറയൂ എന്ന് ആവശ്യപ്പെടുകയാണ്. ദ ചിൽഡ്രൻ ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ. കുട്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. കാരണം എന്താണ്? ടിൽ ദെൻ നോബഡി ഹാഡ് ആസ്ക്ഡ് ഫോർ ദെയർ നെയിംസ്. ഇതുവരെ അവരുടെ പേരൊന്നും ആരും ചോദിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കൺഫ്യൂഷനായിട്ട് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. അപ്പോൾ പിന്നെ അവർ അവരുടെ പേര് പറയാണ് കേട്ടോ. മുത്തു, നിന്നു, താജു. ഹെസിറ്റൻ്റ്ലി ദേ അട്ടേർഡ് ദെയർ നെയിംസ്. കുറച്ച് മടിയോട് കൂടിയാണെങ്കിലും അവർ അവരുടെ പേരുകൾ പറഞ്ഞു. ദേ വാണ്ടഡ് ടു നോ ഹെർ നെയിം. അവർക്ക് എന്താണ് ആ ഒരു സ്ത്രീയുടെ പേര് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ദെയർ ഐസ് വർ ആസ്കിങ് ഫോർ ഇറ്റ്. അവരുടെ കണ്ണുകളിൽ നിന്ന് അത് മനസ്സിലാവുന്നുണ്ട്. അവരുടെ കണ്ണുകൾ ആ സ്ത്രീയുടെ പേരെന്താണ് എന്ന് അറിയണം എന്നുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. കോൾ മീ ദീദി, ദ വിമൻ സെഡ് പ്ലസൻ്റ്ലി. ആ ഒരു സ്ത്രീ സന്തോഷത്തോടു കൂടി കുട്ടികളോട് പറയാണ്, എന്നെ ദീദി എന്ന് വിളിച്ചാൽ മതി എന്ന്. ഓക്കെ. അപ്പോൾ സ്റ്റോറി വായിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ ഈ പിക്ചർ ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ നമുക്ക് ദീദീനെയും കുട്ടികളെയും അതേപോലെ കളർഫുള്ളായിട്ടുള്ള ബുക്സും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. ഡു ദ ചിൽഡ്രൻ ലൈക്ക് ദീദീസ് പ്രസൻസ്? വൈ? കുട്ടികൾക്ക് ദീദിയുടെ സാന്നിധ്യം ഇഷ്ടപ്പെട്ടോ, അല്ലെങ്കിൽ ദീദി അങ്ങോട്ട് വന്നത് അവർക്ക് ഇഷ്ടമായോ? വൈ? എന്തുകൊണ്ട് എന്നാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും അവർക്ക് ദീദീനെ ഇഷ്ടമായിട്ടുണ്ടാകും. കാരണം എന്താണ്? ദീദി അവർക്ക് ഒരുപാട് കളർഫുള്ളായിട്ടുള്ള ബുക്സ് കൊടുത്തു. കുട്ടികൾക്ക് എന്താണ് വളരെയധികം ഇഷ്ടമാണല്ലേ വായിക്കാനും പഠിക്കാനും സ്കൂളിൽ പോകാനും ഒക്കെ ഒരുപാട് ആഗ്രഹമുള്ള കുട്ടികളാണ്. അപ്പം തീർച്ചയായിട്ടും ദീദീനെ അവർക്ക് ഇഷ്ടപ്പെട്ട് കാണും. നെക്സ്റ്റ് വരുന്നത് വേൾഡ് ഓഫ് വണ്ടേഴ്സ് ആണ്. വണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത്ഭുതങ്ങൾ അല്ലേ. അപ്പം അത്ഭുതങ്ങളുടെ ലോകം എന്താണെന്ന് നമുക്ക് നോക്കാം. ദീസ് ബുക്സ് ആർ ഫോർ യു സെഡ് ദീദി. ദീദി കുട്ടികളോട് പറയാണ്, ഈ പുസ്തകങ്ങൾ നിങ്ങൾക്കുള്ളതാണ്. ഫോർ അസ് എക്സ്ക്ലെയിംഡ് നിന്നു. ഞങ്ങൾക്കോ, ഞങ്ങൾക്ക് വേണ്ടിയുള്ളതാണോ എന്ന് ചോദിച്ച് നിന്നു ഇങ്ങനെ ആശ്ചര്യപ്പെട്ട് നിന്നു. ദ ചിൽഡ്രൻ ലുക്ക്ഡ് അറ്റ് വൺ അനദർ. കുട്ടികൾ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ദേ ബിഗാൻ ടു ടേൺ ദ പേജസ്. അവർ പുസ്തകത്തിൻ്റെ പേജസ് ഇങ്ങനെ മറയ്ക്കാനായിട്ട് തുടങ്ങി. അവരതിലുള്ളത് എന്തൊക്കെയാണ്, സ്റ്റോറീസ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കുകയാണ് കേട്ടോ, പുസ്തകത്തിൻ്റെ പേജ് മറച്ചുകൊണ്ട്. ആഫ്റ്റർ സം ടൈം ദീദി സെഡ്, ഓക്കെ ഡിയേഴ്സ്, ഇറ്റ് ഈസ് ടൈം ഫോർ മീ ടു ലീവ്. അപ്പം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ദീദി കുട്ടികളോട് പറയാണ്, എനിക്ക് പോകാൻ സമയമായി. അപ്പോൾ കുട്ടികൾ പറയാണ്, സി യു ദീദി, വീണ്ടും കാണാം എന്നുള്ള രീതിയിൽ. സി യു ടുമോറോ, നാളെ കാണാം. ദീദി സെഡ്, ദീദി പറഞ്ഞു. ആൻഡ് വേവ്ഡ് അറ്റ് ദം. എന്നിട്ട് അവർക്ക് ടാറ്റ കൊടുത്തു. ദ ചിൽഡ്രൻ വേവ്ഡ് ബാക്ക്. എന്നിട്ട് കുട്ടികൾ ദീദിക്ക് തിരിച്ചും ടാറ്റ കൊടുത്തു. ദേ ഡിഡ് നോട്ട് വിങ്ക്ഡ് ദെയർ ഐസ് ടിൽ ദ റെഡ് ദുപ്പട്ട ഡിസപ്പിയേർഡ്. ഡിസപ്പിയേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്രത്യക്ഷമാകുക. വിങ്ക് എന്ന് പറഞ്ഞാൽ കണ്ണടയ്ക്കുക. അപ്പം ദേ ഡിഡ് നോട്ട് വിങ്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിങ്ക് ദെയർ ഐസ്. അവർ അവരുടെ കണ്ണുകൾ അടച്ചില്ല. എപ്പോൾ വരെ? ടിൽ ദ റെഡ് ദുപ്പട്ട ഡിസപ്പിയേർഡ്. ദീദിയുടെ ആ ഒരു ചുമന്ന കളറുള്ള ദുപ്പട്ട അപ്രത്യക്ഷമാകുന്നത് വരെ, അതായത് അവരുടെ കണ്ണിൽ നിന്ന് ദീദി മറയുന്നത് വരെ, ദീദി അങ്ങ് ദൂരെ എത്തുന്നവരെ അവർ കണ്ണടയ്ക്കാതെ നോക്കി നിന്നെന്നാണ് പറയുന്നത്. ദ ചിൽഡ്രൻ
ടുക്ക് ദ ബുക്സ്. കുട്ടികൾ എന്താണ് പുസ്തകങ്ങൾ എടുത്തു. ഈച്ച് ബുക്ക് വാസ് ഫിൽഡ് വിത്ത് വണ്ടർഫുൾ സ്റ്റോറീസ് ആൻഡ് ബ്യൂട്ടിഫുൾ ഇല്ലുസ്ട്രേഷൻസ്. ഓരോ പുസ്തകങ്ങളിലും വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള കഥകളും അതേപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇല്ലുസ്ട്രേഷൻസ് പിക്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. ദേ വർ നോട്ട് ഏബിൾ ടു റീഡ് ദ സ്റ്റോറീസ്. അവരെന്താണ് വായിക്കാൻ അവർക്ക് അറിയില്ല അല്ലേ, അവർ സ്കൂളിലൊന്നും പോയിട്ടില്ല, അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് വായിക്കാൻ അറിയില്ല, വായിക്കാൻ പ്രാപ്തരായിരുന്നില്ല. ബട്ട് ദേ ഇമാജിൻഡ് സം സ്റ്റോറീസ് ബൈ ലുക്കിംഗ് അറ്റ് ദ പിക്ചേഴ്സ്. പക്ഷേ അവർ ആ ബുക്കിലുള്ള പിക്ചേഴ്സ് നോക്കിയിട്ട് ഇതായിരിക്കും സ്റ്റോറി, ഇതായിരിക്കും ഇതിലെ കഥ എന്ന് അവർ സ്വയം സങ്കല്പിച്ചു അല്ലേ. നമുക്ക് ഇപ്പം പിക്ചർ കണ്ടിട്ടുണ്ടെങ്കിൽ സ്റ്റോറി ഇതായിരിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ലേ, അതേപോലെ അവർ സങ്കല്പിച്ചെടുത്തു എന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വൈ ഡിഡ് ദി ചിൽഡ്രൻ കീപ്പ് വാച്ചിങ് അണ്ടിൽ ദീദീസ് റെഡ് ദുപ്പട്ട ഡിസപ്പിയർഡ്. എന്തുകൊണ്ടായിരിക്കും കുട്ടികൾ ആ ഒരു ദീദിയുടെ ചുവന്ന കളറുള്ള ദുപ്പട്ട അപ്രത്യക്ഷമാകുന്നത് വരെ അവരെ നോക്കി നിന്നത് എന്നാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും? ആദ്യമായിട്ടാണ് ഈ കുട്ടികളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊരു കാര്യം ഉണ്ടാവുന്നത്. ഒരാൾ അവരെ അടുത്തേക്ക് വരികയും അവരുടെ പേര് ചോദിക്കുകയൊക്കെ ചെയ്യുന്നത് അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. അത് മാത്രമല്ല, അവർക്ക് ഒരുപാട് പുസ്തകങ്ങൾ നൽകിയില്ലേ, ഒരുപാട് നല്ല നല്ല കഥകളുള്ള ചിത്രങ്ങളുള്ള പുസ്തകങ്ങളൊക്കെ നൽകി. അപ്പം അവരെ ഒരുപാട് ഈ കുട്ടികൾക്ക് ഇഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ദീദി അവിടെ നിന്ന് മറയുന്നത് വരെ അവർ നോക്കി നിന്നത്. ഓക്കെ, ആർ ദീദി, അതാണ് ഈ ഒരു സെക്ഷൻ്റെ പേര്, ഞങ്ങളുടെ ദീദി. ദീദി ബിഗാൻ ടു കം എവറി ഡേ. ദീദി എല്ലാ ദിവസവും ഈ കുട്ടികളുടെ അടുത്തേക്ക് വരാനായിട്ട് തുടങ്ങി. ദേ സാറ്റ് വിത്ത് ഹെർ ആൻഡ് ലിസൺ ടു ദ സ്റ്റോറീസ്. കുട്ടികൾ ദീദിയുടെ അടുത്തിരിക്കുകയും അവർ പറഞ്ഞു കൊടുക്കുന്ന സ്റ്റോറീസ്, കഥകൾ കേൾക്കാനായിട്ട്, ലിസൺ ചെയ്യാനായിട്ട് തുടങ്ങുകയും ചെയ്യുകയാണ്. വൗ, വാട്ട് എ ഫാന്റാസ്റ്റിക് ടെയിൽ ദീദി റീഡ് ഔട്ട് ടു ദം. ടെയിൽസ് എന്ന് പറഞ്ഞാൽ കഥകൾ തന്നെയാണ് കേട്ടോ, സ്റ്റോറീസാണ്. അപ്പം എന്താണ്, എത്ര അതിശയകരമായ കഥകളാണ് ദീദി കുട്ടികൾക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുന്നത്. സ്ലോലി ദേ ബിഗാൻ ടു റിക്കഗ്നൈസ് ലെറ്റേഴ്സ് ആൻഡ് വേർഡ്സ്. സ്ലോലി എന്ന് പറഞ്ഞാൽ എന്താണ്, പതിയെ അല്ലേ. റിക്കഗ്നൈസ് എന്ന് പറഞ്ഞാൽ തിരിച്ചറിയുക. ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അക്ഷരങ്ങൾ. വേർഡ്സ് എന്ന് പറഞ്ഞാൽ വാക്കുകൾ. അപ്പം പതിയെ ഈ കുട്ടികൾ അക്ഷരങ്ങളും വാക്കുകളും ഒക്കെ തിരിച്ചറിയാനായിട്ട്, മനസ്സിലാക്കാനായിട്ട് തുടങ്ങി. ബിഫോർ ലോങ് ദേ വർ റീഡിങ് സ്റ്റോറീസ് ടു. അധികം വൈകാതെ തന്നെ അവർ കഥകൾ വായിക്കാനായിട്ടും തുടങ്ങി. ദേ ബിഗാൻ ടു ലവ് ദെയർ ദീദി ഡീപ്ലി. അവരവരുടെ ദീദീനെ വളരെയധികം സ്നേഹിക്കാൻ തുടങ്ങി. ദേ ഡിസൈഡഡ് ടു ഡെക്കറേറ്റ് ദീദീസ് സീറ്റ്. അവർ ദീദിയുടെ സീറ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്, അലങ്കരിക്കാനായിട്ട് തീരുമാനിച്ചു. ദേ ബോട്ട് എ ചെയർ. അവരൊരു ചെയർ വാങ്ങി, ഒരു കസേര വാങ്ങി. പിന്നെ എന്താണ്, എ പീസ് ഓഫ് കാർപ്പറ്റ്, ഒരു പീസ് ഓഫ് കാർപ്പറ്റ് അല്ലേ, നിലത്ത് വിരിക്കുന്ന കാർപ്പറ്റ് വാങ്ങി. പിന്നെ എന്താണ്, ആൻഡ് സം കേർട്ടൻസ്, കുറച്ച് കേർട്ടൻസും വാങ്ങി. ബൈ നൗ ദീദി സ്പേസ് ലുക്ഡ് ലവ്ലി. ഇപ്പം ദീദിയുടെ സ്പേസ് കാണാൻ വളരെ ഭംഗിയായിട്ടുണ്ട്. ബട്ട് ദീദി ഡിഡ് നോട്ട് കം. പക്ഷെ എന്താണ്, ദീദി വന്നില്ല. ദ നെക്സ്റ്റ് ഡേ ടു ഷീ ഡിഡ് നോട്ട് കം. അടുത്ത ദിവസവും എന്താണ്, ദീദി അങ്ങോട്ട് വന്നില്ല. ദ ചിൽഡ്രൻ വർ വെറീഡ്. കുട്ടികളാകെ പരിഭ്രാന്തരായി, അവർക്ക് ടെൻഷനായി, എന്താണ് ദീദിക്ക് പറ്റിയിട്ടുണ്ടാവുക അല്ലേ. യെറ്റ് ദേ കണ്ടിന്യൂ ടു വെയിറ്റ് ബട്ട് ഷീ ഡിഡൻ കം. അവർ എന്നാലും പിന്നെയുള്ള ദിവസങ്ങളിലും തുടർച്ചയായിട്ട് കാത്തിരുന്നു, പക്ഷേ എന്നിട്ടും ദീദി വന്നില്ല. ഹൗ ഡിഡ് ദ ചിൽഡ്രൻ ബ്യൂട്ടിഫൈ ദീദീസ് സീറ്റ്. ദീദിയുടെ സീറ്റ് എങ്ങനെയാണ് കുട്ടികൾ അലങ്കരിച്ചത്? എങ്ങനെയാണ്, ഒരു ചെയർ വാങ്ങി, പിന്നെ എന്താണ്, ഒരു കാർപ്പറ്റ് അല്ലേ, കാർപ്പറ്റിൻ്റെ പീസ്, പിന്നെ കുറച്ച് കേർട്ടൻസും വാങ്ങിയിട്ട് ആണ് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നത്. വാട്ട് ഹാപ്പൻ ടു ദീദി, ക്യാൻ യു ഗസ്. എന്തായിരിക്കും ദീദിക്ക് പറ്റിയിട്ടുണ്ടാവുക? നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ കേട്ടോ. നെക്സ്റ്റ് സെക്ഷൻ്റെ പേര് എ ക്ലൂ എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് എന്തോ ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ടാവും അല്ലേ, നമുക്ക് നോക്കാം. വൺ ഡേ ഇൻ എ ബുക്ക് ദേ സോ ദീദീസ് അഡ്രസ് റിട്ടൺ ഓൺ ദ ലാസ്റ്റ് പേജ്. ഒരു ദിവസം ദീദി ഒരുപാട് ബുക്സ് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിലൊരു ബുക്കിൽ ലാസ്റ്റ് പേജിലായിട്ട് ദീദിയുടെ അഡ്രസ്സ് എഴുതിയിരിക്കുന്നത് അവർ കണ്ടു. ദേ നോട്ടഡ് ഇറ്റ് ഡൗൺ. അവരത് എഴുതിയെടുത്തു. എക്സൈറ്റഡ്ലി ദേ വെൻറ്റ് ഇൻ സെർച്ച് ഓഫ് ഹെർ. അവർ വളരെ ആകാംക്ഷയോടുകൂടി ദീദിയെ തിരഞ്ഞു പോവുകയാണ്. എങ്ങോട്ട്? ആ ഒരു അഡ്രസ്സ് നോക്കിയിട്ട് കേട്ടോ. ആ ഒരു അഡ്രസ്സിൽ ദീദി അവിടെ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ദേ ക്യാരിഡ് ദ ബുക്സ് വിത്ത് ദം. അവർ ആ ബുക്സും, ദീദി കൊടുത്തിട്ടുള്ള ആ ബുക്സ് ഉണ്ടല്ലോ, അത് അവരുടെ കയ്യിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ബൈ ദെൻ ദ ചിൽഡ്രൻ കുഡ് റീഡ് ദ ബസ് നമ്പർ ആൻഡ് ഇറ്റ്സ് ഡെസ്റ്റിനേഷൻ. ഇപ്പോൾ കുട്ടികൾക്ക് ബസ്സിൻ്റെ നമ്പറും അതേപോലെ ബസ് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള കാര്യമൊക്കെ വായിക്കാനായിട്ട്
അറിയാം. ദ ട്രാവൽഡ് ടു ദീദീസ് പ്ലേസ്. അപ്പോൾ അവരങ്ങനെയാണ് ദീദിയുടെ പ്ലേസിലേക്ക് ട്രാവൽ ചെയ്തത്. ദ സെർച്ച്ഡ് ഫോർ ഹെർ ഹൗസ് ഫ്രം മോർണിംഗ് ടു ഈവനിങ്. അപ്പോൾ അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ദീദിയുടെ വീട് തിരഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. ബട്ട് ദേ കുഡ് നോട്ട് ഫൈൻഡ് ഇറ്റ്. പക്ഷേ എന്താണ്, അവർക്ക് ദീദിയുടെ വീട് കണ്ടെത്താനായില്ല. ടയർഡ് ആൻഡ് സാഡ് ദേ ഡിസൈഡഡ് ടു റിട്ടേൺ. അപ്പോൾ എന്താണ്, അവർ വളരെ ക്ഷീണിതരും അതേപോലെ തന്നെ സങ്കടത്തോടും കൂടി തിരിച്ച് അവരുടെ ഗ്രാമത്തിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. ജസ്റ്റ് ആസ് ദേ വർ റിട്ടേണിങ് സംവൺ സോ എ റെഡ് ദുപ്പട്ട ഓൺ എ ടെറസ്. അപ്പോൾ അവർ തിരിച്ച് പോകാനായിട്ട് തുടങ്ങുന്ന സമയത്ത് അവരുടെ കൂട്ടത്തിലുള്ള ഒരു കുട്ടി ഒരു ടെറസിൻ്റെ മുകളിലായിട്ട് ഒരു ദുപ്പട്ട കാണുകയാണ്, ഒരു റെഡ് ദുപ്പട്ട, ദീദി ധരിക്കുന്നത് പോലത്തെ ഒരു ദുപ്പട്ട കാണുകയാണ്. ദേ റാൻ ടു ദാറ്റ് ഹൗസ്. അവരെല്ലാവരും കൂടെ എന്ത് ചെയ്തു, ആ ഒരു വീട്ടിലേക്ക്, ദുപ്പട്ട കണ്ട ആ ഒരു ടെറസുള്ള വീടുണ്ടല്ലോ അവിടേക്ക് ഓടി. ദർ ദേ സോ ദീദി ലേയിങ് ഇൻ ദ ബെഡ്. അവിടെ അവർ കാണുന്നത് ദീദി ബെഡിൽ ഇങ്ങനെ കിടക്കുന്നതാണ്. ഷീ ലുക്ക്ഡ് വെരി ഇൽ. ദീദിയെ കണ്ടാൽ തന്നെ അറിയാം അവർക്ക് എന്താണ്, എന്തോ അസുഖം ബാധിച്ചിട്ടുണ്ട്. അവർ വളരെ ക്ഷീണിതയായി അസുഖം ബാധിച്ച് കിടക്കുകയാണ്. അതാണ് ഈ കുട്ടികൾ കാണുന്നത്. ഇനി 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഹൗ ഡിഡ് ദി ചിൽഡ്രൻ ഫൈൻഡ് ദീദീസ് ഹൗസ്? എങ്ങനെയാണ് കുട്ടികൾ ദീദിയുടെ വീട് കണ്ടെത്തിയത്? എങ്ങനെയാണ്? ദീദി ധരിക്കുന്നത് പോലെയുള്ള ഒരു റെഡ് ദുപ്പട്ട ഒരു ടെറസിൽ കാണുകയാണ്. അങ്ങനെ ആ വീട്ടിലേക്ക് ഓടിച്ചെല്ലുമ്പം അതാണ് ദീദിയുടെ വീടെന്ന് മനസ്സിലാക്കുകയാണ് അല്ലേ. വാട്ട് കുഡ് ബി ദീദീസ് ഫീലിങ്സ് ഓൺ സീയിങ് ദ ചിൽഡ്രൻ? ഈ കുട്ടികളെ കാണുന്ന സമയത്ത് ദീദിക്ക് ഉണ്ടാവുന്ന ആ ഒരു ഫീലിങ്സ് എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. വളരെ സന്തോഷം തോന്നും അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് നോക്കാം. ദ മാജിക് ഓഫ് വേർഡ്സ്. വാക്കുകളുടെ മാജിക്. ദീദി വാസ് വെരി ഹാപ്പി ആൻഡ് സർപ്രൈസ്ഡ് ടു സീ ദ ചിൽഡ്രൻ. ഈ കുട്ടികളെ കണ്ടിട്ട് ദീദി വളരെ സർപ്രൈസ്ഡ് ആവുകയും സന്തോഷവതിയാവുകയും ചെയ്യുകയാണ്. ഷീ സാറ്റ് അപ്പ് ഓൺ ഹെർ ബെഡ് ആൻഡ് സ്മൈൽഡ്. ഈ പിക്ചറിൽ കാണുന്ന പോലെ ദീദി അവരുടെ ബെഡിൽ ഇങ്ങനെ ഇരുന്നിട്ട് കുട്ടികളെ നോക്കി ഇങ്ങനെ ചിരിക്കുകയാണ്. സന്തോഷം കൊണ്ടാണ് കേട്ടോ. ദി ചിൽഡ്രൻ സാറ്റ് അറൗണ്ട് ഹെർ ആൻഡ് റീഡ് സ്റ്റോറീസ് ഫോർ ഹെർ. കുട്ടികൾ ദീദിയുടെ ചുറ്റും ഇരുന്നിട്ട് ദീദിക്ക് വേണ്ടിയിട്ട് എന്താണ്, സ്റ്റോറീസ് വായിച്ചു കൊടുക്കുകയാണ്. ടിയേഴ്സ് ഓഫ് ജോയ് ഫിൽഡ് ദീദീസ് ഐസ്. സന്തോഷത്തിൻ്റെ കണ്ണുനീര് ദീദിയുടെ കണ്ണുകളിൽ ഇങ്ങനെ നിറഞ്ഞു വന്നു. ആനന്ദക്കണ്ണീരാണ് അല്ലേ. എന്താണ്, ഷീ ഹഗ്ഡ് ആൻഡ് കിസ്ഡ് ദം. ദീദി അവരെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും ഒക്കെ ചെയ്തു സന്തോഷം കൊണ്ട്. ഷീ പ്രോമിസ് ടു മീറ്റ് ദം നെക്സ്റ്റ് വീക്ക്. അടുത്ത ആഴ്ച തീർച്ചയായിട്ടും എന്താണ് കാണാം, അല്ലെങ്കിൽ ദീദി എന്താണ് ഇവരുടെ അടുത്തേക്ക് വരും എന്ന് പ്രോമിസ് ചെയ്ത് കൊടുക്കുകയാണ്. ദ ചിൽഡ്രൻ റിട്ടേൺഡ് ഹോം ഹാപ്പിലി. കുട്ടികൾ വളരെ സന്തോഷത്തോടു കൂടി തിരിച്ചവരുടെ വീട്ടിലേക്ക് പോയി. നൗ ദീദി കംസ് എവറി ഡേ. ഇപ്പോൾ ദീദി എല്ലാ ദിവസവും കുട്ടികളുടെ അടുത്തേക്ക് വരാറുണ്ട്. യു ക്യാൻ ഫൈൻഡ് ദം എവറി ഈവനിങ്. നിങ്ങൾക്ക് എല്ലാ ദിവസവും വൈകുന്നേരം അവരെ കാണാനായിട്ട് സാധിക്കും. യു ക്യാൻ സീ ദം ലാഫിങ്. അവർ ഒരുമിച്ച് ചിരിക്കുന്നതായിട്ട്, ദീദിയും കുട്ടികളും ഒരുമിച്ച് ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും, പൊട്ടിച്ചിരിക്കുന്നതായിട്ട്. യു ക്യാൻ ഹിയർ ദം റീഡിങ്. അവർ പുസ്തകങ്ങൾ വായിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കേൾക്കാനായിട്ട് കഴിയും. യു ക്യാൻ വാച്ച് ദം ഹാവിങ് സോ മച്ച് ഫൺ. അവർ ഒരുപാട് എന്താണ് കളിച്ച് ചിരിച്ച് ഫണ്ണൊക്കെ ആയിട്ട് ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആരൊക്കെയാണത്? ചിൽഡ്രൻ, ദെയർ ദീദി ആൻഡ് ദ ബുക്സ്. എന്താണ്, കുട്ടികളെയും അവരുടെ ദീദീനെയും പുസ്തകങ്ങളെയും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുമെന്ന് പറയാണ് കേട്ടോ. 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഹൗ ഡിഡ് ദീദീസ് അറൈവൽ ചേഞ്ച് ദ ചിൽഡ്രൻസ് ലൈവ്സ്? എങ്ങനെയാണ് ദീദിയുടെ ആ ഒരു വരവ് കുട്ടികളുടെ ജീവിതത്തെ മാറ്റിമറിച്ചത്? എങ്ങനെയാണ്? ഒരുപാട് വൈബ്രൻറ്റ് കളേഴ്സിലുള്ള ബുക്സ് കൊടുത്തുകൊണ്ട് കുട്ടികളെ വായനയുടെ ലോകത്തേക്ക് എത്തിക്കുകയാണല്ലേ ദീദി ചെയ്തിട്ടുള്ളത്. അപ്പം അവരെ വായിക്കാനും അറിവ് നേടാനും ഒക്കെ ദീദിയാണ് ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ ആ ഒരു വലിയ ചേഞ്ച് അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് ആര്? ദീദി. വാട്ട് ഈസ് ദ മെസ്സേജ് ഓഫ് ദ സ്റ്റോറി? എന്താണ് ഈ ഒരു സ്റ്റോറിയുടെ മെസ്സേജ്? എന്താണ്? വായനയുടെ പ്രാധാന്യം തന്നെയാണ് അല്ലേ. ഈ ലോകത്ത് ഒരുപാട് ആളുകളുണ്ടാവും, പഠിക്കാനും വായിക്കാനും ഒക്കെ ഒരുപാട് ആഗ്രഹമുള്ളവർ, പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് പറ്റാത്തവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ. അതെ, അപ്പം ഇത്രയാണ് നമ്മളുടെ ഈ ഒരു സ്റ്റോറി ഉള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.